1995 തലക്കളത്തൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ കന്നി അംഗത്തിലാണ് കാനത്തിൽ ജമീലയുടെ തുടക്കം. അതായത് ജനകീയാസൂത്രണ പദ്ധതി നിലവിൽ വരുന്ന സമയത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ ജനകീയമാവുകയും വനിതാ സംവരണം വരികയും ചെയ്ത വർഷം തന്നെ ഒരു പഞ്ചായത്ത് അംഗമായിട്ട് തലക്കുളത്തൂർ പഞ്ചായത്തിലെ 3-ാമത്തെ വാർഡിലാണ് കാനത്തിൽ ജമീല മത്സരിച്ചു തുടങ്ങുന്നത്. നോക്കൂ, പിന്നീട് മത്സരിച്ച എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വിജയം അവർക്കൊപ്പമായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും വിജയം കാനത്തിൽ നോടൊപ്പമായിരുന്നു. മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ കൂടി നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ, ഇനി കാനത്തിൽ ജമീലയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വളരെ മികച്ച പെർഫോമൻസും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,000-ലധികം വോട്ടുകൾക്കാണ് 2021 വിജയിക്കുന്നത്. അത് കാനത്തിൽ ജമീലയുടെ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ പ്രവർത്തിച്ചതിൻ്റെ നേട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ ആ വോട്ടെന്ന് പറയുന്നത്. പക്ഷേ 59-ാമത്തെ വയസ്സിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് കാനത്തിൽ ജമീലയെ. എങ്ങനെ ഓർമ്മിക്കുന്നു? ഞാനിപ്പോൾ വിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയത്തുള്ളവിടെ ആശുപത്രിയിലെത്തും. അത് വലിയ പ്രയാസം സൃഷ്ടിച്ച സംഭവമാണ്. ഈ അസുഖ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ അവർ ഇത് വിവരം വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. നല്ല ചികിത്സ നൽകി ഭേദമായി വരുന്നുവെന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. അവസാനം അവരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഉണ്ടായത്. ബാക്കി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. താങ്ക് യു ശ്രീ മുഹമ്മദ് റിയാസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. മിനിസ്റ്റർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു വി എസ് രഞ്ജിത്ത് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മേത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 6 മാസമായി കാനത്തിൽ ജമീല അർബുദ രോഗത്തോട് പടവെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് രോഗം തല താഴ്ത്തുകയും കാനത്തിൽ ജമീല വിജയിക്കുകയും ചെയ്തതാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 95-ൽ തലക്കുളത്തൂർ പഞ്ചായത്തിലാണെങ്കിലും 2000-ൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിലും 2005-ൽ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച് പ്രസിഡന്റ് ആകുമ്പോഴാണെങ്കിലും ഒക്കെ, പിന്നീട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതും 2010-ലും 2020-ലും ഒക്കെ, അപ്പോഴെല്ലാം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയം കാനത്തിൽ ജമീലയ്ക്കൊപ്പം നിന്നു. പക്ഷേ അർബുദത്തോട് പടവിട്ടിയപ്പോൾ അർബുദം അവസാനം വിജയിക്കുന്നതാണ് കണ്ടത്. വലിയ ഭൂരിപക്ഷത്തിൽ അർബുദം വിജയിക്കുകയും കാനത്തിൽ ജമീൽ 59-ാമത്തെ വയസ്സിൽ തോറ്റുപോവുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യമെന്നേ പറയണ്ടു. പ്രതീക്ഷയുണ്ടായിരുന്നു തോന്നുമല്ലേ ഇടക്കാലത്തൊരു തിരിച്ചുവരവിൽ? ഡോക്ടർ, തീർച്ചയായും വെല്ലൂരിൽ നിന്ന് അവിടെ മടങ്ങിയെത്തിയ ശേഷം നല്ല പുരോഗതി ആരോഗ്യകാര്യത്തിൽ കാണിച്ചിരുന്നു. മാത്രമല്ല അവർ വന്ന ശേഷം ചെറിയ കാര്യങ്ങളിലൊക്കെ മണ്ഡലത്തിൽ ഇടപെടാനും ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകയോ അങ്ങനെ ആ രീതിയിലൊന്നും തുടക്കക്കാരി ആയിരുന്നില്ല. നമ്മൾ ഒരു മാധ്യമ പ്രവർത്തന രീതിയിൽ അവരുമായിട്ട് ദീർഘമായി സംസാരിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ തലക്കുളത്തൂർ പഞ്ചായത്തിന്റെ മെമ്പറാവുന്ന സമയത്ത് പറയുന്നുണ്ട്, വിദേശത്തുള്ള ഭർത്താവ് വിളിച്ച് ഇങ്ങനെ ഒരു അവസരമുണ്ട്, മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോ ആദ്യം അവർ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ആ മത്സരത്തിൽ ഇറങ്ങിയ കഥ മുതൽ അവർ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം അവരുടെ കുടുംബത്തിന്റെ, മക്കളുടെ, ഭർത്താവിന്റെ ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി അവർ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു.